അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൻ നബയിലെ ആദ്യത്തെ 3 ആയത്തുകൾ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. 4, 5, 6, 7 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا. 4-ാമത്തെ ആയത്ത് കല്ല സയഅലമൂന. ഇവിടെ കല്ല എന്നുള്ളതിലെ ല എന്ന ദീർഘം 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. സാധാരണ ദീർഘമാണ്. സയഅലമൂന. ഇവിടെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹംസയിലേക്ക് മാറിപ്പോകരുത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഐൻ ഖൽഖലയുടെ അക്ഷരമല്ല. അതുകൊണ്ട് തന്നെ എന്ന് മുഴുവനായി വ്യക്തമായി, അതായത് ഖൽഖലയായി പോകാതെ ശ്രദ്ധിക്കുക. ഇവിടെ സയഅലമൂന എന്നാണ്. അതായത് ഇവിടെ നൂനിന് ഫത്ഹയാണ്. പക്ഷെ നമ്മൾ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ, അതായത് നിർത്തുമ്പോൾ, നൂനിന് സുക്കൂൻ നൽകി നിർത്തുന്നു. ഇങ്ങനെ വഖഫിനു വേണ്ടി, അതായത് നിർത്താൻ വേണ്ടി സുക്കൂൻ നൽകുകയും തൊട്ടു മുമ്പുള്ള അക്ഷരം ദീർഘാക്ഷരമാവുകയും ചെയ്താൽ അത് മദ് ആരിദാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ മൂ എന്ന ദീർഘം 2, 4, 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നമുക്ക് നീട്ടി ഓതാം. കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ثم. ഇവിടെ മീം ശബ്ദോടുകൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മീമിനെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. ثم كلا سيعلمون. 4-ാമത്തെ ആയത്ത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചു വന്നത്. പക്ഷെ സുമ്മ എന്ന വാക്ക് അതിനോട് ചേർന്ന് വന്നിരിക്കുന്നു. കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا. അലം. ഇവിടെ മീമിന് സുക്കൂൻ വന്നിരിക്കുന്നു. ഇവിടെയുള്ള മീം വ്യക്തമായി കേൾക്കണം, പക്ഷെ മണിക്കാൻ പാടില്ല. നജ്അലി. ഇവിടെ ജീമിന് സുക്കൂൻ വന്നിരിക്കുന്നു. ജ് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കണം, അതായത് ഖൽഖലയായി അവിടെ കേൾക്കണം. ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. മഖ്റജ് മാറിപ്പോകരുത്. അലം നജ്അലിൽ അർദ മിഹാദൻ. മിഹാദൻ എന്ന് അവസാനത്തെ അക്ഷരം ദാലാണ്. ദാലിന് തൻവീൻ ബിൽ ഫത്ഹയാണ്. ഇവിടെ മിഹാദൻ എന്നതിലെ ദൻ എന്ന തൻവീൻ ബിൽ ഫത്ഹ വന്നിട്ടുള്ള അക്ഷരത്തിലാണ് നമ്മൾ നിർത്തുന്നത്, അതായത് വഖഫ് ചെയ്യുന്നത്. ഇങ്ങനെ തൻവീൻ ബിൽ ഫത്ഹയിൽ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഫത്ഹ അലിഫ് മദ് നൽകി സാധാരണ ദീർഘം നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ദൻ എന്ന തൻവീനുള്ള അക്ഷരത്തെ ദ എന്ന മദ്ദക്ഷരമാക്കി മാറ്റുന്നു.
ഇവിടെ നൽകേണ്ട ദൈർഘ്യം 2 ഹർക്കത്താണ്. 2 ഹർക്കത്തിലും കൂടുതൽ ഇവിടെ നീട്ടാൻ പാടില്ല. ഈ ദീർഘത്തെയാണ് മദ് ഇവദ് എന്ന് പറയുന്നത്. മദ് ആരിദ് അതുപോലെ മദ് ഇവദ് എന്നീ ദീർഘങ്ങൾ താൽക്കാലിക മദ്ദുകളാണ്. അതായത് വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന ദീർഘങ്ങളാണ്. ഈ സൂറത്തിൽ തുടർന്നു വരുന്ന അവസാനത്തിൽ നമുക്ക് തൻവീനുകളെ കാണാം. അതായത് തൻവീൻ ബിൽ ഫത്ഹ. അവിടെയെല്ലാം വഖഫിൽ മദ് ഇവദ് സംഭവിക്കുന്നു. വൽ ജിബാല ഔതാദൻ, ഇവിടെയും അവസാനത്തിൽ ദൻ എന്ന് തൻവീൻ ബിൽ ഫത്ഹയാണ്. അവിടെ ദ എന്ന് ആ അക്ഷരം ഫത്ഹ അലിഫ് മദായി മാറുന്നു. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വൽ ജിബാല ഔതാദ, ദ എന്ന് 2 ഹർക്കത്ത് നീട്ടി നമുക്കവിടെ വഖഫ് ചെയ്യാം. അലം നജ്അലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയതായി പഠിച്ചത് മദ് ഇവദിനെ കുറിച്ചാണ്. ഈ ആയത്തുകളുടെ അർത്ഥവും ആശയവും അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر الدعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.